പുതിയൊരു വീഡിയോ സാറാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഫോൺ റിപ്പയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒരു നമ്മളൊരു ആക്കിൽ നിന്നൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 4G ഫോണാണ് കേട്ടോ. എനിക്ക് ഫോണൊക്കെ റിപ്പയർ ചെയ്യുന്നറിയാം. അപ്പം ഞാൻ ഇത് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. 90% ഉറപ്പില്ല, ചെറുതായിട്ട് നോക്കാം. ഇതെന്തായാലും ഇതിന് കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല, എവിടെയും തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിന് വർക്ക് ചെയ്യാൻ തോന്നുന്നു. ഇത് നമുക്കൊന്ന് ഇത് റെഡിയാക്കാൻ പറ്റും നോക്കാം. അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്നാൽ കുറേ ആൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫോളോ ചെയ്യുക ഗൈസ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സ്ഥിതി ഞാൻ കാണിച്ചു തരാം. അത് കുഴപ്പമൊന്നുമില്ല ഗൈസ്, ഫോണിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഒന്നും പോയിട്ടില്ലാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഇനി നമുക്കിത് ഊരാണ്ടിട്ട് നമ്മുടെ അടുത്ത് സാധനമില്ല. അപ്പോൾ നമ്മൾ ഇത് എടുക്കുകയാണ്. ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങനെ അടന്നു പോയിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ബാറ്ററി പോക്കോ അല്ലെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് വീങ്ങാൻ സാധ്യത ഉള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് ഈ സംഭവം കൊണ്ട് നമുക്കൊന്ന് ഊരിയെടുക്കണം ഗൈസ്. ഇത് ഇങ്ങനെ എടുക്കണം. കുറച്ച് പാടുള്ള പരിപാടിയാണ്, കുറച്ച് അധികം പണിയുണ്ട്. ഫിംഗർ പിന്നൊക്കെ പോയി പോകാൻ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ സൂക്ഷിച്ച് ഇതാക്കണം. നമുക്ക് ഇത് ഇവിടെയുള്ള സംഭവം ഒന്ന് പൊടിക്കണം. നല്ല പേടിയുണ്ട്, ഇത് പോയി പോകണമെന്ന് അറിയില്ല. പറിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഗൈസ്. നോക്കട്ടെ. ഒരു ഭാഗത്ത് നമ്മളിത് പറിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് കുറച്ച് പണിയുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കിന്ന് വെടുത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇത് ഊരി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിക്കൊന്നും കംപ്ലൈൻറ്റ് കാണുന്നില്ല. നമുക്ക് നോക്കിയിട്ട് ഇവിടെ ഒന്നും അതിൻ്റെ കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പം അവിടെ തന്നെ ഇവിടെ ഇങ്ങനെ ഊരിയപ്പോൾ ഇവിടെ ഇങ്ങനെ പൊന്തിപ്പോയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ തന്നെ ഇതിൻ്റെ ഇതിലൊന്ന് മാറ്റി നോക്കട്ടെ ഗൈസ്. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ആദ്യം നമ്മൾ മാറ്റിയുന്നുണ്ട്. ഇതാണ് ഇത് ഫിംഗർ പ്രിൻ്റ് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ മാറ്റിയേക്കാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് പ്രശ്നമുണ്ടോ നമ്മൾ നോക്കുന്നുണ്ട്. നമുക്കിത് ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ് തോന്നുന്നു, അറിയില്ല. അത് കുത്തിയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ നോക്കട്ടെ. നമുക്കൊന്ന് ബാറ്ററി മാറ്റൊന്ന് വെച്ച് നോക്കാൻ പറ്റുമോ, റെഡിയാവുമോ അറിയില്ല. കണ്ടിട്ടൊന്നും പ്രശ്നം കാണുന്നില്ല. എന്തായാലും ചിലപ്പം ബാറ്ററി കംപ്ലൈൻ്റ് ആയിരിക്കും. ബാറ്ററി കംപ്ലൈൻറ്റ് മിക്ക ഫോണിനും, പിന്നെ ചില ഫോണിനൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ബാറ്ററി കാണാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വീർത്ത് വരുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവും. ആ ബാറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് മാറ്റി വേറൊരു ബാറ്ററി ഉണ്ട് നമ്മുടെ അടുത്ത്. അതൊന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടോ ഗൈസ്. നമുക്ക് നോക്കാം. നമുക്ക് ബാറ്ററി എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അപ്പോൾ ബാറ്ററി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ബാറ്ററി. നമുക്ക് ഇതിനെ മുന്നിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുകൂടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിൻ്റെ ബാറ്ററി നമുക്ക് പൊറിച്ചെടുക്കണം. നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് പറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ബാറ്ററി മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ ബാറ്ററി ഇവിടെ ഉണ്ട്, അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മുടെ ഫോൺ ഇവിടെ വർക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചാർജിൽ ഇട്ട് നോക്കണം. വർക്കാണോ എന്ന് അറിയില്ല. നമ്മൾ ചാർജ് ഇല്ലാത്ത ബാറ്ററി നമ്മൾ ഫിറ്റ് കൊടുത്ത് ഇനി നമുക്കൊന്ന് ചാർജിൽ ഇട്ടിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇനി നമുക്ക് ഇതൊന്ന് കുത്തിയിട്ട് നോക്കാം ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് വെച്ച് നമ്മൾ കുത്തിയിടുന്നതിലേക്ക് ഫിറ്റ് ചെയ്ത് നമുക്കൊന്ന് ഓണാക്കി വെക്കാം. വർക്ക് ചെയ്ത് ഒഡോ വർക്ക് ചെയ്ത് ഗൈസ്. കണ്ട ഗൈസ്, ഇതിന് ചാർജ് ഉണ്ടല്ലോ ഗൈസ്. ചാർജ് ഉണ്ട്, പക്ഷേ ഇനി ചെറിയ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഉണ്ട് ഗൈസ്. ഇത് ഇവിടെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു വെള്ള കളർ വരുന്നത്. നമുക്കിതൊന്ന് ഓണാക്കി വെക്കാം യെസ്. ഒരു ഗൈസ് എംബ്ലം വന്നിട്ടുണ്ട് കേട്ടോ. MIൻ്റെ എംബ്ലം ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. നമ്മുടെ ഫോണിലൂടെ വർക്ക് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഫോണിലൂടെ ഗൈസ് ഇവിടെ ആൻഡ്രോയിഡ് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഓണാവും നോക്കാം. വെയിറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. പഴയ ഫോണിനെ കൊണ്ട് ഇത് ഓണാകാൻ കുറച്ച് നേരം പിടിക്കും. അപ്പം എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യാണ്.
കുറേ നേരമായി, കുറച്ച് നേരം പിടിക്കുന്നു ഗൈസ്. ഇത് കുറേ കാലമായി ഈ ഫോണ് ഓണാക്കാത്തതിനെ കൊണ്ട്. വാവ് ഗൈസ്, ഫോൺ വർക്ക് ചെയ്ത് ഗൈസ്. അടിപൊളി നായിൻ്റെ ഒരു പൂച്ചേൻ്റെ ഒരു ഫോട്ടോയിൽ അടിപൊളി ഒരു വാൾപേപ്പറാണ് ഇതിനുള്ളത്. മൂഞ്ചി ലോക്ക് ഗൈസ്, ലോക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. ഭയങ്കര പാടാണ് ഇപ്പോൾ ലോക്ക് തുറക്കാൻ വേണം ഗൈസ്. അങ്ങനെയൊക്കെ ആണെന്നൊന്നും എനിക്കറിയില്ല, നോക്കട്ടെ. ഗൈസ് തുറന്നു ഗൈസ്, എനിക്ക് അറിയുന്ന പാസ്വേഡ് ഞാൻ അടിച്ചു നോക്കി തുറന്നു ഗൈസ്. തുറന്നു ഗൈസ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് പ്രാങ്കൊന്നുമില്ല ഗൈസ്, ഇത് സത്യമായിട്ട് ഉള്ളതാണ് ഗൈസ്. നമ്മുടെ ഫോൺ ഇവിടെ വർക്കാണ് കേട്ടോ, എല്ലാം വർക്കുണ്ട്. യൂട്യൂബിൽ നിന്ന് കിട്ടുമെന്നൊന്നും അറിയില്ല ഗൈസ്. ഗൈസ് ഇതെല്ലാം വർക്കുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ വർക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങളിത് നമ്മൾ ആരും ഓണാക്കാൻ വെക്കരുത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ കൈയും കൊള്ളും. നമുക്കിത് കുറേ അറിയുന്നതാണ്, നമ്മൾ കുറേ ഫോൺ റെഡിയാക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഊരി നോക്കുന്നത്. നിങ്ങളാരും ഇത് റെഡിയാക്കുമ്പോൾ ഇങ്ങനെ ഊരിയൊന്നും നോക്കരുത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഷോക്കൊക്കെ അടിക്കും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ പിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഗൈസ്. ഈ ഫിംഗർ പിന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതേപോലെ ഇതുള്ള ഒരു പിന്നും വരെ നമ്മളിതേപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരൊച്ച വരും. അപ്പോൾ നമ്മൾ ഫിംഗർ പിന്നൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഫോൺ എന്തായാലും ഫിംഗർ പിൻ വെക്കുന്നതിൽ സ്വിച്ച് ഓഫ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫിംഗർ പിൻ വർക്ക് ചെയ്യൂല ഗൈസ്. ഓക്കെ, എനിക്കിന്ന് ഒട്ടിച്ച് നോക്കണം ഗൈസ്. ഇന്ന് ഒട്ടിച്ചെടുത്തിട്ട് വേണം, അതിൽ ഒട്ടിച്ചു കൊടുക്കട്ടെ ഗൈസ്. നമുക്ക് ഒട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം.